നമ്മൾ ഏത് സ്വഭാവം തുടങ്ങുന്നതിനുമൊക്കെ ചില ഘട്ടങ്ങളുണ്ടെന്ന്, ഒരു 5 ഘട്ടങ്ങളാണ് അതിന് പറയുന്നത്. പൂർവാലോചനാഘട്ടം, ആലോചനാഘട്ടം, തയ്യാറെടുപ്പ്, പ്രവർത്തനഘട്ടം, തുടർഘട്ടം. ഈ പൂർവാലോചന എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ലഹരി കൊണ്ടുള്ള കുഴപ്പവുമായിട്ടായിരിക്കുന്നത്. നമ്മളൊന്ന് ചോദിക്കുകയാണ്, ഇനി നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇത് നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഹേയ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയുന്ന വ്യക്തി പൂർവാലോചനാ ഘട്ടത്തില്ല. അതായത് പൂർവാലോചനാ ഘട്ടത്തിലുള്ളൊരു വ്യക്തി ഇതിൻ്റെ കുഴപ്പം മനസ്സിലാക്കിയിട്ടുമില്ല, അയാൾക്ക് അതിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇനി ആലോചനാഘട്ടം. ആലോചനാഘട്ടത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നമ്മളോട് പറയും, എനിക്കും തോന്നിയിട്ടുണ്ട്, പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു, അടുത്ത ഘട്ടത്തിലോട്ടാക്കി. ഇനി അടുത്ത ഘട്ടമാണ് ഒരു തയ്യാറെടുപ്പ് ഘട്ടം. അപ്പോൾ പുള്ളി ആലോചനാ ഘട്ടത്തിലെത്തിക്കും നമ്മൾ ചോദിക്കും നമുക്കതെങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ നമുക്ക് എന്നുള്ള വാക്ക് നമ്മളൊരു കമ്പൈൻഡായിട്ടുള്ള തീരുമാനമാണ്, നമുക്കതെങ്ങനെ ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം പറയും, പൊതുവെ എല്ലാവരും നമുക്ക് കുറച്ച് നിർത്താം, കുറച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് പിൻവാങ്ങൽ ലക്ഷണം ഉണ്ടാകും. അതിനുശേഷം ഒരു തുടർഘട്ടം. ഈ തുടർഘട്ടത്തിൽ ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ നിർത്തി, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ചിലപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ഹോബി തുടങ്ങണമായിരിക്കും, ഒക്കെ ചെയ്തു. ആക്ഷൻ, മെയിൻ്റനൻസിൽ സംഭവിക്കുന്നത് ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ ലഹരി ഉപയോഗം നിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിലും ഏതൊരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം.